ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയി അപ്രൂവൽ പോയി പഠിച്ചു നോക്കി അറിയാം. അപ്പോൾ താമസിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ പ്യൂർ വെജാണ്. ആഹാരത്തെ അമൃതമായിട്ട് കാണുന്നത്. കേരളത്തില് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ അടുക്കള സ്ഥാനം നമ്മൾ വെക്കത്തില്ല. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രൗഢഗംഭീരമായ ബിൽഡിങ്ങുകളാണ്. ചെട്ടിനാട് ജീവനുള്ള നിർമ്മിതി നടത്താൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് വേണ്ടത് പ്രാണവായു. ഇപ്പൊ ഇലഞ്ഞി വൃക്ഷം കിഴക്ക് വശത്ത് നല്ലതാണ്. മുളവൃക്ഷങ്ങൾ തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും നല്ലതാണ്. പല വീടുകളിൽ സർപ്പക്ക ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ധാരാളം ആൾക്കാരാണ് പാമ്പൊടി കയറ്റി മരിച്ചു. പാരമ്പര്യമായിട്ട് വൈദ്യവും ജ്യോതിഷവും ഒക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് തലമുറകളായിട്ട്. എനിക്ക് ആകെയുള്ളത് 5 സെൻറ്റ് സ്ഥലമാണ്, അല്ലെങ്കിൽ 3 സെൻറ്റ് സ്ഥലമാണ്, അല്ലെങ്കിൽ 2 സെൻറ്റ് സ്ഥലമാണ്. എനിക്ക് ഈ പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ഈ വാസ്തുവുമായി ബന്ധപ്പെട്ട ചുറ്റളവ് തുടങ്ങിയ ഒരു കാര്യവും എനിക്കൊരു പക്ഷേ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഞാനെങ്കിൽ എൻ്റെ വസ്തുവിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ എന്താ? അതായത് 1.25 സെന്റിലും വാസ്തു അനുസരിച്ച് ഞാൻ പിന്നെ സാധനം കണ്ടുകൊടുത്തിട്ടുണ്ട്. അതായത് വേറെ ദോഷങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ, ഉത്തമമായൊരു സ്ഥലമാണെങ്കിൽ, ഇപ്പം ആനയാളിൽ ഇറമ്പാണെങ്കിലും അതിന് ഘടനയുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു 2 സെന്റ് ഉള്ളെങ്കിൽ പോലും നമുക്ക് ആദ്യമാണെങ്കിൽ അതിൻ്റെതായ വാസ്തുവിന്റെ കണക്കുകൾ ഒപ്പിച്ച് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പൊ കേരളം എന്ന് പറയുന്ന നാട്ടിലെ ഈ കണക്ക് തമിഴ്നാട്ടിനും അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ, ഇപ്പൊ ഇസ്രയേൽ, പാലസ്തീൻ, മെസപ്പട്ടോമിയ, അമേരിക്ക, ഇവിടെയൊക്കെ ഈ ഒരേ കാര്യങ്ങളാണോ നമ്മൾ കണക്കിൽ? അതായത് ഇവിടെ എല്ലാം ഇപ്പൊ ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ ചൈനീസ് വാസ്തുശാസ്ത്രമുണ്ട്. അപ്പം സിംഗപ്പൂരിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയി അപ്രൂവൽ ഉണ്ട്. അത് ബിൽഡിംഗ് ചെയ്യണമെങ്കിൽ അത് അപ്രൂവൽ ആക്കണം. അത് പോയി പഠിച്ചു നോക്കി അറിയാം. കൃത്യമായിട്ടുണ്ട്. ചൈനയിൽ അല്ല, സിംഗപ്പൂരിൽ. ചൈനയിൽ അതുണ്ട്. അപ്പം നമുക്ക് ഈ പഴയ സംസ്കാരങ്ങൾ, ഇപ്പൊ ചൈന സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസോപ്പൊട്ടേമിയ സംസ്കാരം, അല്ലെങ്കിൽ പേർഷ്യൻ സംസ്കാരം, ഇവിടെയെല്ലാം ഇത്തരത്തിലുള്ള പഠനങ്ങളും നിർമ്മിതികളും ഉണ്ട്. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുത്ത് ഇപ്പം കേരളത്തിൻ്റെതായ ഒരു വാസ്തുശാസ്ത്ര സമ്പ്രദായമല്ല തമിഴ്നാട്ടിൽ. കേരളത്തില് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ അടുക്കള സ്ഥാനം നമ്മൾ വെക്കത്തില്ല, കന്നിമൂലയ്ക്ക് വെക്കത്തില്ല. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രൗഢഗംഭീരമായ ബിൽഡിങ്ങുകളാണ് ചെട്ടിനാട് കൊട്ടാരങ്ങൾ. അതറിയാലോ, ചെട്ടിനാട് അത് വളരെ ഫേമസ്. അപ്പൊ അവിടെ 5000, 10,000, 15,000 സ്ക്വയർ ഫീറ്റ് ഉള്ള പഴയ സൗധങ്ങളാണ്. അതുകൂടെ ഏതാണ്ട് 1000കണക്കിന് വീടുകൾ ചെട്ടിനാട് ഇപ്പോഴും ഉണ്ട്. പലതും റിസോർട്ടുകളൊക്കെ ആക്കിയിട്ടുണ്ട്. ഈ ചെട്ടിനാട് വിശാലം എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി റിസോർട്ടുകൾ. അപ്പം ഞാൻ ഈ സിംഗപ്പൂർ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പം ഇതുപോലെ ഒരു ചെട്ടിനാടുകാരന് ഒരാളെ വീടിങ്ങനെ ചെട്ടിനാടാന്ന് പറഞ്ഞാൽ അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ 2 ദിവസം താമസിച്ചു. അങ്ങനെ താമസിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, ഞങ്ങൾ തമിഴ്നാട്ടിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഞങ്ങളുടെ അടുക്കളയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചപ്പോഴും സിംഗപ്പൂരിൽ താമസിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് ഇവർ പ്യൂർ വെജാണ്. ആഹാരത്തെ അമൃതമായിട്ട് കാണുന്നവർ. ഇവരുടെ വീട്ടിൽ ഫ്രിഡ്ജോ ഓവനോ ഒന്നുമില്ല. അന്നന്ന് വേണ്ടുന്ന ആഹാരത്തെ അമൃതമായിട്ട് കണ്ട് വെച്ചവർ കഴിക്കുന്നു. മാത്രമല്ല, ഈ അടുക്കളയുടെ കന്നിമൂല ഭാഗത്ത് അവരുടെ ഗണപതിയെ ദൈവങ്ങളെയും വെച്ചേക്കുന്നു. അടുക്കളയല്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരാണ് ഈ ഗണപതിക്ക് ഉണ്ണിയപ്പം കൊടുക്കുക, ലഡു കൊടുക്കുക എന്നുള്ള സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാക്കൾ അവരാ. അവരെ അടുക്കളയിൽ ആദ്യം ഉണ്ടാക്കിയിട്ട് ഇത് അവരുടെ ഗണേശൻ പൂജാമുറി പോലെ ആകാരത്തെ അമൃതമായിട്ട് കിടന്നു. അതിനകത്ത് വേറെ സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ കിട്ടുന്നത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് അറബിക്കടലിൽ നിന്ന്, തമിഴ്നാട്ടിൽ കിട്ടുന്ന വടക്ക് കിഴക്കൻ കാറ്റാണ്. അതാണ് ഈ പാലക്കാടിലെ ചൂട് കൂടുതലാന്ന് പറയുന്നത്. കാരണം അവിടെ കിട്ടുന്ന വടക്ക് കിഴക്കൻ കാറ്റ് ഇതിന്റെ ബാക്കി പത്രോ. അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ നമ്മളിപ്പോൾ ഒരു വാസ്തുശാസ്ത്രം ചെയ്യുമ്പോൾ ഓരോ ദേശത്തെ അവസ്ഥകൾ നമ്മൾ പഠിക്കണമെന്ന് നമ്മുടെ വാസ്തുശാസ്ത്ര പുസ്തകങ്ങളിൽ പറയുന്നു. അവിടെ ചെന്ന് അവിടുത്തെ പുഴകളുടെ കണക്ക്, വിൻഡ് ഡയറക്ഷന്, അതായത് കാറ്റിന്റെ കണക്ക്, അവിടുത്തെ ഋതുഭേദങ്ങളുടെ കണക്ക്, അവിടെ ഉള്ള പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു, അവിടുത്തെ പ്രധാനപ്പെട്ട വീതി ഏതാണ്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം വേണം നമ്മൾ അവിടെ ഒരു നിർദ്ദേശം കൊടുക്കാൻ എന്ന് പറയുന്നത്. ഇപ്പം തമിഴ്നാട്ടിലും പാലക്കാട് ജില്ലയുടെ ഈ ചേർപ്പുളശ്ശേരി ഞാൻ കുറച്ച് ദിവസം ഒന്നും പോയി ഒരു വീടിന് സാധനം കണ്ടു. അപ്പം ഞാൻ അവിടെ കൊടുത്തത് വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ഐലൻഡ് പോലെ തള്ളി നിർത്തി കിച്ചൺ ചെയ്യാം. കാരണം അവർ നോൺ വെജ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ അവിടെ കിട്ടുന്നത് ഈ പറഞ്ഞ ചൂട് കൂടിയ തമിഴ്നാട്ടിലെ കാറ്റാണ് കിട്ടുന്നത്, വടക്ക് കിഴക്കൻ കാറ്റാണ് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേസമയത്ത് ഇപ്പം നമ്മൾ ഗോവയിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ പോലെ, UAE പോയി കഴിഞ്ഞാൽ കേരളത്തിലെ പോലെ, നമ്മുടെ വിൻഡ് ഡയറക്ഷൻ കിട്ടുന്ന അവിടെ അങ്ങനെയാണ്, ബോംബെയിലതെ. അപ്പൊ നമ്മൾ ആ ഓരോ സ്ഥലത്തെ കാര്യങ്ങൾ അത് പഠിച്ച് അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. അപ്പൊ ഇതൊരു വലിയൊരു പഠന വിഷയമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഏതായാലും ഒരു ജീവനുള്ള നിർമ്മിതി നടത്താൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് വേണ്ടത് പ്രാണവായു. നമ്മൾ നേരം പോക്കിനാലും പറയും അവന്റെ കാറ്റ് പോയെന്ന് പറയും. ശരീരത്തും ജീവനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രാണവായു. അപ്പൊ ആ പ്രാണവായുവിന്റെ സഞ്ചാരം വളരെയധികം പ്രാധാന്യം. വീട് ശ്വാസം മുട്ടിയാൽ അതിൽ താമസിക്കുന്നവരും ശ്വാസം മുട്ടും. തീർച്ചയായിട്ടും സംശയം തരിക. നമുക്ക് ഇത്ര സെക്കൻഡ് നേരം ശ്വാസമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതും ആ വീടിന് പരിസരത്തുള്ള വൃക്ഷങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. കാരണം നമ്മൾ പണ്ടൊക്കെ ഈ തെക്ക് ഭാഗത്ത് പുളിവൃക്ഷം, പുളിയെ തട്ടിയിട്ട് വരുന്ന കാറ്റിന് ഓക്സിജൻ കൂടുതലാണ്, പുളിക്കകത്ത് കോപ്പർ കണ്ടൻസ് കൂടുതലാണ്, പുളി ധാരാളം കഴിക്കുന്ന ആൾക്കാർ. ഓരോ വൃക്ഷങ്ങളും വെക്കുന്നതിന് ഓരോ ദിശകളുണ്ട്. ഇപ്പൊ ഇലഞ്ഞി വൃക്ഷം കിഴക്ക് വശത്ത് നല്ലതാണ്, മുളവൃക്ഷങ്ങൾ തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും നല്ലതാണ്.
അതുപോലെ തന്നെ നമുക്കിപ്പം പല വീടുകളിൽ സർപ്പക്കാവ് ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം ധാരാളം ആൾക്കാരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചു, അങ്ങനെയല്ലേ പാമ്പ് കടിക്കുന്നു. എന്തുകൊണ്ടാണ്? പഴയ കാലത്ത് നമുക്കൊരു 10-15 ഏക്കർ പുരയിടം ഉണ്ടല്ലേ, 2 ഏക്കർ പുരയിടം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇഴജന്തുക്കളും പ്രകൃതിയുടെ ഭാഗമാണ്. ദൈവം എല്ലാം സൃഷ്ടിച്ചു, അതെല്ലാം നല്ലതെന്ന് കണ്ടെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ജീവികളെ കൊണ്ട് നമുക്ക് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വിഷചികിത്സ ഉണ്ടായിരുന്ന ആൾക്കാർ, പാരമ്പര്യമായിട്ട് വൈദ്യവും ജ്യോതിഷവും ഒക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട്, തലമുറകളായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതിൻ്റെ അകത്ത് ഈ പാമ്പിൻ്റെ കൊടുംവിഷത്തിൽ നിന്ന് എന്തെല്ലാം ഔഷധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് താമസിക്കാനൊരു സ്ഥലമാണ് നമ്മുടെ സർപ്പക്കാവ്. ആരും ശല്യം ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി സർപ്പക്കാവുകൾ അങ്ങനെയാണ്. അതുപോലെ നമ്മൾ സർപ്പക്കാവിൻ്റെ അകത്ത് ചെറിയൊരു പ്രതിഷ്ഠ, വിളക്ക് കത്തിരും, അവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സന്തോഷത്തോടു കൂടി ജീവിക്കും. ഒരു വീടിൻ്റെ വടക്കിഴക്കേ ഭാഗത്ത് നമ്മൾ കുളിക്കാനുള്ള കുളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പണ്ടത്തെ നമ്മുടെ ആ നിർമ്മിതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ചരാചരങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അവയെ പരിപാലിച്ചുകൊണ്ട് ആ പ്രകൃതിയായിട്ട് യോജിച്ചു പോകാൻ നല്ല വ്യവസ്ഥകൾ ചെയ്തുകൊണ്ട് അതിൻ്റെതായ നന്മ നമ്മുടെ നാടിനുണ്ടായിരുന്നു. ഇപ്പൊ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാണെന്നും അത് അശാസ്ത്രീയമാണെന്നും എഴുതി തള്ളുന്ന ഒരു പരിഷ്കൃതരെന്ന് പറയുന്ന ജനസമൂഹം വാസ്തവത്തിൽ പരിഷ്കൃതരാണോ?